സ്ഥാനാർത്ഥികളുമായുള്ള സംവാദ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ബാബു കല്ലറയ്ക്കലിനെ സാദരം ക്ഷണിച്ചു. സ്നേഹമുള്ളവരെ, എല്ലാവരും വളരെ തിരക്കുള്ള സ്ഥാനാർത്ഥികളും തിരക്കുള്ള കച്ചവടക്കാരും ഒക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അധികം തീർപ്പിക്കുന്നില്ല. ഇന്നത്തെ വെള്ളരിക്കുണ്ട് യൂണിറ്റ് നടത്തുന്ന ഈ സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് കാനാട്ട് അവരുകളെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ തോമസ് ചെറിയാൻ അവരുകളെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തൊട്ടടുത്ത യൂണിറ്റ് പ്രസിഡന്റ് ടോമിച്ചൻ കാഞ്ഞിരമറ്റത്തിനെയും യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ തിരക്കിനിടയിൽ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും മറ്റ് രാഷ്ട്രീയ അതീതമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് ചെറിയാൻ അവരുകളെ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാസർഗോഡ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് തോമസ് കാനാട്ട് അവർ, അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ സ്ഥാനാർത്ഥികൾ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങളുടെ സമയത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. നമ്മളിങ്ങനെ ഒരു സംവാദം നടത്തുന്നത് നമ്മുടെ ഈ നാടിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മറ്റ് യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതിനില്ല. നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആങ്കറായിട്ട് നമ്മൾ സന്തോഷ് സാറിനെയാണ് ആ കേൾക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. വ്യക്തിപരമായ ചോദ്യങ്ങൾ, രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ഒന്നും ഇവിടെ അനുവദിക്കില്ല. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൻ്റെ വികസന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചോദ്യമായിട്ട് വരിക. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അതിന് മറുപടി പറയുക. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റു രീതിയിലേക്ക് ചോദ്യങ്ങൾ വന്നാൽ അത് അവഗണിക്കും. അതിന് മറുപടി പറയേണ്ട ബാധ്യത ആർക്കും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാവർക്കും വിജയാശംസ നേർന്നാൽ നമുക്കറിയാം ഒരു മത്സരം വരുമ്പോൾ ഒരാളെ ജയിക്കുകയുള്ളൂ. ഞാൻ പറയും ജയിച്ചാലും തോറ്റാലും നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരണം. നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നിങ്ങളുടെ തോളോട് തോൾ ചേർന്നുണ്ടാവും. അപ്പം നാടിൻ്റെ വികസന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച് നിന്ന് നമുക്ക് മുന്നേറണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നാടിനെ വികസനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ വേണ്ടി തോമസ് കാനാട്ട് അവരുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സംവാദ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറുമായ ശ്രീ ടി സി തോമസ്, അതുപോലെ മാലം യൂണിറ്റിൻ്റെ പ്രസിഡന്റും ജില്ലയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ടോമച്ചൻ, അതുപോലെ യൂണിറ്റിൻ്റെ സ്വാഗതം പറഞ്ഞ യൂണിറ്റ് ജനറൽ സെക്രട്ടറി, മറ്റ് യൂണിറ്റിൻ്റെ സഹഭാരവാഹികളെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് അറിയാം ഇലക്ഷൻ അടുത്ത 11-ാം തീയതി നമ്മുടെ ഇലക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് ആസ്ഥാനമായിട്ടുള്ള ആ ഏരിയയിലുള്ള മെമ്പർമാരുടെ അതിൽ മെമ്പറാകാൻ മത്സരിക്കുന്ന വ്യക്തികളുടെ ഒരു സംവാദമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു നാടാണ്. കാരണം അത് പലതുകൊണ്ടും നമ്മുടെ താലൂക്കിൻ്റെ ആസ്ഥാനം കൂടിയാണ്. നമ്മുടെ പാണത്തൂര് മുതൽ പാലാവിൽ സഹിതമുള്ള നമ്മുടെ ഏരിയകൾ വലിയ ബൃഹത്തായ ഒരു ഏരിയ ഉൾക്കൊള്ളുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാന സ്ഥലമാണ് വെള്ളരിക്കുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഏരിയയിൽ നടക്കുന്ന ഇലക്ഷനേക്കാൾ ഉപരി വളരെ അധികം പ്രാധാന്യം ഉള്ള ഒരു ഇലക്ഷൻ ഈ വാർഡുകളെ സംബന്ധിച്ച് ഇലക്ഷനാണിത്. കാരണം നമുക്ക് ജനാധിപത്യം നിങ്ങൾക്കറിയാം, ആരോടും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളെ ആധിപത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളിൽ ആരാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവർ അടുത്ത 5 വർഷത്തെ ആ വാർഡിൻ്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവിടുത്തെ മെമ്പർമാരുടെ ക്ഷേമങ്ങൾ ഉറപ്പാക്കാനും ഒക്കെ ചെയ്യേണ്ട ഒരുപാട് ചുമതലകളുള്ള ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊന്നും അറിയുന്ന പോലെ ഏറ്റവും നമ്മുടെ ജനാധിപത്യ സംബന്ധത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒന്നാണ് പഞ്ചായത്ത്. അതിന് മേലുള്ള ബ്ലോക്കുണ്ട്, ജില്ലയുണ്ട്, സ്റ്റേറ്റുണ്ട്.
ഓക്കെ. അപ്പം ഏറ്റവും നമ്മുടെ അടിത്തറ എന്ന് പറഞ്ഞ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്നായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആരംഭം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, കാരണം നമ്മൾ പലപ്പോഴും നമുക്കതെല്ലാം അറിയാം, നമ്മൾ ഇലക്ഷൻ വരെ പാലം കിടക്കണം നാരായണ പാലം കിടക്കും കൂരാണോ എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതാകാതെ ഇലക്ഷന് മുമ്പും എങ്ങനെയാണോ നിങ്ങളുടെ ജനങ്ങളോടുള്ള സമീപനം, അത് ഇലക്ഷന് ശേഷവും അത് ഉണ്ടാകണം എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ജനങ്ങളും അതിനേക്കാൾ ഉപരി ഇവിടുത്തെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നിങ്ങൾ ആരാ ജയിച്ചു വന്നാലും അവരോടൊപ്പം കൂടെ മത്സരിച്ച സ്ഥാനാർത്ഥികളും ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ഒരു മനസ്സോടെ ചേർന്ന് നിന്ന് നാടിൻ്റെ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന പ്രവർത്തനങ്ങൾ നൽകണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സംവാദം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇവിടെ ജില്ലാ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവരും ജയിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷേ എല്ലാത്തിലും ഓരോരുത്തർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. ആര് ജയിച്ചു വന്നാലും അവരോടൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും ഈ നാടിൻ്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മയ്ക്കും വേണ്ടി. ഈ കാര്യം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും വിജയത്തിനു വേണ്ടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇവിടെ സമാഗതമായിരിക്കുകയാണ്. അതിൽ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വാർഡ് മെമ്പറാവാൻ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവാൻ തയ്യാറായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറാവാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ എന്താണെന്ന് ഒരു 2 വാക്കിൽ ഞാൻ നിങ്ങളോട് പറയാം. എന്താവണം വാർഡ് മെമ്പർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ചിലപ്പോൾ കാൽനടയായി അല്ലെങ്കിൽ ഒരു സൈക്കിളിലോ 2 വീലറിലോ പല വഴികളിൽ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പടരുന്ന മനുഷ്യ സമ്പർക്കത്തിൻ്റെ നിത്യ കാഴ്ച, അധികാരത്തിൽ ഏറെ താഴെ, ഉപകാരത്തിൽ ഏറെ ഉയരെ, രാഷ്ട്രീയത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ വാക്ക്, മാനവികതയുടെ ഹൃദയ വാൽവ്, വാർഡ് മെമ്പർ. മാനവികതയുടെ ഹൃദയ വാൽവാവണം വാർഡ് മെമ്പർ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് കുത്തി തിരിച്ചവർ 5 കൊല്ലം ഇങ്ങോട്ട് കുത്തി. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞതാണ്, ഞാനൊന്ന് അങ്ങോട്ട് കുത്തി തിരിച്ചവർ 5 കൊല്ലം ഇങ്ങോട്ട് കുത്തി. അപ്പൊ ഈ 5 കൊല്ലം തിരിച്ച് ഇങ്ങോട്ട് കുത്തുന്ന ആളുകളെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്നും മാനവികതയുടെ ഹൃദയവാൽവാകുന്ന ആളുകളാണ് ഞങ്ങൾക്ക് വാർഡ് മെമ്പർമാരായി വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത്. അതിലാര് ജയിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞങ്ങളോട് കൃത്യമായി പറയണം. ഞങ്ങൾക്കതറിയണം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഏത് ഭാഗത്താണോ ഏത് പ്രദേശത്താണോ മത്സരിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ചിലപ്പോൾ നിർദ്ദേശങ്ങൾ തരുവാൻ വേണ്ടി, ഉപദേശങ്ങൾ തരുവാൻ വേണ്ടി ഇവിടെയുള്ള ഈ ആൾക്കാർക്കും സാധിക്കും. അവർ നിങ്ങളോടത് ചോദിക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരായി എവിടെയാണോ നിങ്ങൾ മത്സരിക്കുന്നത്, ഏത് ഭാഗത്താണോ മത്സരിക്കുന്നത്, അവിടുത്തെ വികസനം അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി. ചിലപ്പോൾ ചില വാർഡ് മെമ്പർമാർ പറയാം, എനിക്ക് അയാളെ അറിയാം, അവൻ്റെ അച്ഛനെ അറിയാം, വീട്ടുപേരറിയാം, പിന്നെ അവൻ്റെ തൊഴിലറിയാം, എല്ലാം അറിയാം. പക്ഷേ ഒരിക്കലും എന്തറിയില്ല, അവൻ്റെ സങ്കടങ്ങൾ അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ അവൻ അറിഞ്ഞത് അവൻ്റെ ആധാർ കാർഡിന് മാത്രമാണ്. ആധാർ കാർഡിന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആധാർ കാർഡിനെ അറിയാതെ മനുഷ്യനെ അറിയുന്ന രീതിയിലേക്ക് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ, നമ്മുടെ ഓഡിയൻസായി വന്നിട്ടുള്ള ആൾക്കാരോട്, ചോദ്യം ചോദിക്കാൻ വന്ന ആൾക്കാരോട് പറയുകയാണ്, നമ്മളിവിടെ ഒരു രാഷ്ട്രീയ സംവാദമല്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ ഒരിക്കലും അത്തരം ഒരു രാഷ്ട്രീയ ചോദ്യങ്ങൾ നമുക്കിവിടെ അനുവദനീയമല്ല. നമ്മുടെ നാടിനു വേണ്ടി, അവർ പ്രതിനിധീകരിക്കുന്ന വാർഡിന് വേണ്ടി,
അവർ പ്രതിനിധീകരിക്കുന്ന ഡിവിഷന് വേണ്ടി, അവർ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷന് വേണ്ടി അവർ എന്ത് ചെയ്യും? അതാണ് നമുക്കറിയേണ്ടത്. ആ ചോദ്യം മാത്രമേ നമ്മളുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ ഒരു ചോദ്യവും, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ഒരു ചോദ്യവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ നാടിന് വേണ്ടി അവരെന്ത് ചെയ്യും, നമ്മുടെ പ്രദേശത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് മാത്രമേ നിങ്ങൾ ചോദിക്കുവാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അവരെന്തൊക്കെ ചെയ്യുമെന്നും പറയുന്നതിന് വേണ്ടിയും ഞാൻ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് തുടങ്ങാം. സ്ഥാനാർത്ഥികളെല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം നമുക്ക് തന്നിട്ടില്ല എങ്കിൽ പോലും നമ്മളുടെ ചോദ്യങ്ങളിലൂടെ അവരത് വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചോദ്യവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു സ്ഥാനാർത്ഥിയെയും വ്യക്തിപരമായി അവഹേളിക്കുന്ന അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന രീതിയിൽ കൈ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദിക്കാനുള്ള അവസരം തരുന്നതാണ്. ആരോടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ആരംഭിക്കാം. 15-ാം വാർഡിലെ 2 സ്ഥാനാർത്ഥികളോട്, LDFിൻ്റെയും UDFിൻ്റെയും 2 സ്ഥാനാർത്ഥികളോട് ചോദ്യം ചോദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. 3 സ്ഥാനാർത്ഥികൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്വാതി രാജാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏകദേശം ഒരു 30 വർഷമായി ഈ ടൗണിൽ താമസിക്കുന്നത്. ഒരുപാട് തിരഞ്ഞെടുപ്പ് അതിന് മുമ്പേയും ഇവിടെ നടന്നു പോയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് ടൗണിനൊരു പ്രതാപം ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹരിതം വെള്ളരിക്കുണ്ട് എന്നതിലെ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രവർത്തനം ഇപ്പോൾ ഒരു നിശ്ചലമായിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ നഷ്ടപ്പെട്ട പ്രതാപം, വെള്ളരിക്കുണ്ട് ടൗണിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഏത് പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കിയാലും വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനമായ ഒരു ടൗണാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു ടൗണാണ്. പക്ഷെ ഒരു കുടിവെള്ള ടാപ്പ് പോലും നമ്മൾ ഈ ടൗണിൻ്റെ ഒരു ഭാഗത്ത് പോലും നമുക്ക് ഇന്നവരെ കിട്ടാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ടൗണാണിത്. ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പൈപ്പുകൾ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കുഴിച്ചിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇത് പല പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന പൈപ്പുകളാണ്. പക്ഷേ ഇത് പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഇപ്പം ഞങ്ങൾക്കൊക്കെ ബില്ലുകൾ വന്നിട്ടുണ്ട് ഒരുപാട്. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ പൈപ്പ് ഇട്ടു, പക്ഷെ വെള്ളമില്ല, ബില്ല് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ 2300 രൂപ അടച്ചിട്ട് അത് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി കുടിവെള്ളം ഞങ്ങൾക്ക് തരാൻ വല്ല പ്ലാനിങ്ങോ ഉണ്ടാവുമോ? അതേപോലെ തന്നെ ടൗൺ പാക്കേജ് എല്ലാ ടൗണും വികസിക്കുന്നത്, കുന്നുംകൈ ടൗണ് അടുത്തുള്ള എല്ലാ ടൗണും വികസിക്കുന്നത്, നമ്മളെ ടൗണ് മാത്രം ഇടുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പാക്കേജ് സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നണി രാഷ്ട്രീയ ആൾക്കാർ ശ്രമം നടത്തുമോ? ഇതാണ് ചോദിക്കാനുള്ളത്. രാജേട്ടൻ്റെ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ബേബിച്ചേട്ടന് അതിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ഒരു മലയോര പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്താണ് ബളാൽ ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ 2014 താലൂക്ക്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് താലൂക്ക് അനുവദിക്കുകയും ഒട്ടനവധി പൊതുസ്ഥാപനങ്ങൾ വന്ന് ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ പഞ്ചായത്താണെങ്കിൽ എക്കാലവും UDFിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവരുടെ കീഴിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി പറയാനുണ്ട്. അതിപ്പോൾ ഈ അവസരത്തിൽ പറയുന്നില്ല. എന്താണേലും ഈ താലൂക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ഈ പഞ്ചായത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ പണി, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി ഇപ്പം തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിന് ഫണ്ട് അപര്യാപ്തമാണ്
എന്നാൽ ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻറ്റിൻ്റെ ഒരു 50 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഒരു 1.5 കോടി രൂപയും ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നില പൂർത്തീകരണം എത്രയും വേഗം പൂർത്തീകരിക്കുകയും അതിൻ്റെ 2ാം ഘട്ടം 2ാം നില ഉള്ള സൗകര്യത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാന പ്രവൃത്തികൾ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വാഹനങ്ങൾ കയറിയിറങ്ങുകയും അവിടെ യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനും ശുചിമുറികൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉടനെ വലിയ താമസമില്ലാതെ തന്നെ പൂർത്തീകരിക്കും. 2ാം നില പണിയുവാനുള്ള ഫണ്ട് ഒന്നെങ്കിൽ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റേതെങ്കിലും ഫണ്ടിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ശുദ്ധജലത്തിൻ്റെ കാര്യം പറഞ്ഞു. ശുദ്ധജല സ്രോതസ്സ് നമുക്ക് കരിവെങ്കയം മറ്റേ മോതിരക്കുന്ന് അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ശുദ്ധജല സ്രോതസ്സ് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളുടെ ഈ പ്രദേശത്തെ റോഡുകളുടെ വികസനം പല മേഖലയിലും നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് റോഡുകൾ ആയി കോൺക്രീറ്റും ടാറിങ്ങുമായിട്ട് നടത്തിയിട്ടുണ്ട്. എങ്കിലും അത് പൂർണ്ണമല്ല. അപ്പോൾ അങ്ങനെയുള്ള വികസന കാര്യങ്ങളിൽ ഞാൻ ഈ വാർഡിൽ നിന്നും ജയിച്ചു വരികയാണെങ്കിൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കഴിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യാൻ ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ പറയാനുള്ളത്. ഷാജൻ ബൈങ്കോട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ രാജൻ ചോദിച്ച 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് ടൗൺ വികസനമുണ്ട്. ടൗൺ വികസനം എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ടൗണിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കണം. മലയോര മേഖലയിൽ വളർന്നു വരുന്ന ഈ ടൗണിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ ടൗണിൽ നിലകൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലകളിലെ താലൂക്ക് ആസ്ഥാനമാണ് ഏറ്റവും വലിയ ടൗണാണ് വെള്ളരിക്കുണ്ട്. വെള്ളരിക്കുണ്ടിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലേ ടൗണിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വ്യാപാരികളുടെയും പ്രത്യേകിച്ച് വ്യാപാരികളുടെ പിന്തുണ എന്നും ഏത് കാലത്തും നമുക്ക് ഈ വെള്ളരിക്കുണ്ടിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അത് കുറച്ചുകൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആര് ജയിക്കുന്നോ ആ പഞ്ചായത്ത് മെമ്പറുടെ പഞ്ചായത്തിലും കൈവശമായിരിക്കും. നമ്മളുടെ ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് ഫുട്പാത്തില്ല എന്നുള്ളത്. നടുറോഡിൽ കൂടെ മനുഷ്യൻ നടന്നു കഴിഞ്ഞാൽ വാഹന ഗതാഗതത്തും ട്രാഫിക് ബ്ലോക്കുകളും ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് ഫുട്പാത്തുകൾ മനുഷ്യൻ നടന്നു പോകുന്ന രീതിയിൽ ചെറുപുഴ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ 2 സൈഡിലും ഫുട്പാത്തുകൾ സ്ഥാപിച്ചെങ്കിലേ മനുഷ്യന് നടന്നു പോകാനും വാഹനങ്ങൾ മാറ്റി നിർത്തുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി ഫുട്പാത്തുകൾ ഇവിടെ അത്യാവശ്യമാണ്. രണ്ടാമതായി പാർക്കിംഗ് സൗകര്യം നമ്മളുടെ ഈ ടൗണിൽ അപര്യാപ്തമാണ്. നമ്മുടെ ഈ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ അനുഗ്രഹമുണ്ട്. പുറമ്പോക്ക് തിരിച്ചിട്ടിട്ടുള്ള ഒരേ ഒരു ടൗണാണ് വെള്ളരിക്കുണ്ട്. ആ പുറമ്പോക്ക് തിരിച്ചിട്ടത് ആ മണ്ണ് മാറ്റി മനോഹരമാക്കി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് സൗകര്യം ഒരു പരിധിവരെ പാർക്കിംഗ് അപര്യാപ്തത പരിഹരിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം നമുക്ക് നടത്താവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സാധാരണ തൊഴിലാളികൾ അധ്വാനിച്ച് ജീവിക്കുന്നവർ മലയോര മേഖലകളിൽ വിദേശത്ത് പോകാൻ സാധിക്കാത്തവരും മറ്റുള്ളവരുമൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏകദേശം ഒരു 300-നും 400-നും ഇടയ്ക്ക് തൊഴിലാളികൾ ഇവിടെ അവരുടെ കുടുംബം പോറ്റുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ, അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അവർക്ക് പ്രശ്നങ്ങളുണ്ടാകാതെ ട്രിപ്പ് നടത്താനുള്ള യാത്രക്കാരെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കണമെങ്കിൽ അതിൽ വ്യാപാരികളും ഡ്രൈവർമാരും ചുമട്ടുതൊഴിലാളികളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം നമുക്ക് നടത്താവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണാനുള്ളത് നമ്മുടെ ഈ വെള്ളരിക്കുണ്ട് ടൗണ് മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ പ്രകാശമില്ലാത്ത ഇരുട്ടുള്ള ഒരവസ്ഥയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ MLA ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുവദിച്ചിരിക്കുന്നത് വെള്ളരിക്കുണ്ട് ടൗണിലാണ്. 5 ഹൈമാക്സ് ലൈറ്റുകൾ
MLA-യും ഒരു ഹൈമാക്സ് ലൈറ്റ് ബഹുമാനപ്പെട്ട MP-യും നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ MP സ്ഥാപിച്ച ഒരു ഹൈമാക്സ് ലൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ലൈറ്റുകളും പ്രകാശിക്കുന്നില്ല, അത് കേടുവന്ന് കിടക്കുകയാണ്. അതൊക്കെ ഗ്യാരണ്ടി പീരീഡ് വരെ അതാത് കമ്പനികൾ റിപ്പയർ ചെയ്യും. അതിനുശേഷം ഇതെല്ലാം ചെയ്യേണ്ടത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ പഞ്ചായത്തിൽ ഒരു ഹൈമാക്സ് അല്ലെങ്കിൽ ഒരു മിനിമാക്സ് ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ അതിന് പഞ്ചായത്തിന് അനുമതി വേണം. MLA ആയാലും MP ആയാലും ഏത് ഏജൻസി ആയാലും ഒരു ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വേണം. ആ പഞ്ചായത്ത് കൊടുത്ത അനുമതി അത് മാത്രമല്ല, അത് പരിപാലിക്കുകയും കറണ്ട് ബിൽ അടയ്ക്കുകയും ചെയ്യേണ്ടത് പഞ്ചായത്താണ്. നമ്മുടെ ഈ ബളാൽ പഞ്ചായത്ത് ഏകദേശം 2 ലക്ഷം രൂപയോളം ഒരു മാസം കറണ്ട് ബിൽ അടയ്ക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ നാട് ഇരുട്ടിൽ കിടക്കുമ്പോഴും കറണ്ട് ബില്ലിൻ്റെ പൈസ, നമ്മുടെ നികുതി പൈസ പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റിക്കാർ വിടൂല, അവർ ഈ പൈസയെല്ലാം പിടിച്ചു വാങ്ങും. അപ്പം അത് നന്നാക്കി എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. തീർച്ചയായിട്ടും ഒരു മെമ്പറായാൽ അതിനുള്ള ഒരു പരിശ്രമം നടത്തുന്നതായിരിക്കും. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അത് തീർച്ചയായിട്ടും ഒരു മെമ്പറെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു മെമ്പർ വിചാരിച്ചാൽ നമ്മുടെ താലൂക്ക് ആസ്ഥാനത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനുവേണ്ട സമ്മർദ്ദം ചെലുത്താൻ മാത്രമേ അതിനുവേണ്ട സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ് രാജൻ ചോദിച്ചത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം ശുദ്ധജലം കിട്ടുന്ന ഒരു വാർഡും ഏറ്റവും അധികം ശുദ്ധജലം എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് വെള്ളരിക്കുണ്ട്. വെള്ളരിക്കുണ്ടിനെ തഴുകിപ്പോകുന്ന സുഗന്ധവാഹിനി പുഴ എന്നൊരു പുഴ ഇതിൽ ഒഴുകുന്നുണ്ട്. തീർച്ചയായിട്ടും വെള്ളത്തിനൊരു ക്ഷാമവുമില്ല. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിന് മെമ്പറും ഭരിക്കുന്നവരും ഒക്കെ ഉൾപ്പെടെയാണ്. നമ്മളുടെ ഈ വെള്ളരിക്കുണ്ട് ടൗണിൻ്റെ മണ്ണിനടിയിലൂടെ 2-3 പൈപ്പ് ശുദ്ധജല പൈപ്പ് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിലൂടെ വെള്ളം വരുന്നില്ല, അതൊരു സത്യമാണ്. അത് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും വെള്ളമൊന്നും വരുന്നില്ല. അതിനുവേണ്ട നടപടികൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയാനാവില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഉണ്ടാകണം, വ്യാപാരി വ്യവസ്ഥകളുടെ സഹകരണം ഉണ്ടാകണം, അതുപോലെ ഇവിടെയുള്ള പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം. അത് ഒരു ചർച്ച നടത്തി മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനാവും. അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആണ്. മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ബേബിച്ചേട്ടൻ പറഞ്ഞു, ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ സോഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഉള്ളത്. സോഴ്സ് കണ്ടുപിടിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയാൻ സാധിച്ചത്. പൈപ്പ് ഇട്ടത് ഗവൺമെൻറ് ആണെന്ന് അറിയാൻ സാധിച്ചത്. കൃത്യമാണെന്ന് തോന്നുന്നു, അല്ലേ? സത്യമാണെന്ന് തോന്നുന്നു. സോഴ്സ് ഇല്ലാതെ പൈപ്പിട്ട് ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുന്ന നിലപാടാണ്. സോഴ്സ് ഉണ്ടാക്കേണ്ടത്, എവിടുന്ന് വെള്ളം ഈ നാട്ടിന് കൊടുക്കുമെന്ന് തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ്. നമ്മളെ നേരത്തെ ക്ഷണിക്കുകയാണ്. ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വാട്ടർ അതോറിറ്റിയാണ് ശരിക്കും. അത് പഞ്ചായത്തും അതിന് ഒരുപാട് പങ്കുണ്ട്. വെള്ളം കണ്ടുപിടിച്ചോ, അത് കണ്ടുപിടിച്ചിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ചോദിച്ചാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ ആസ്ഥാനം ഈ വെള്ളരിക്കുണ്ടാണ്. വെള്ളരിക്കുണ്ടിലാണ് ഈ പഞ്ചായത്ത് ഓഫീസ് വരേണ്ടത്. വളരെ ദൂരമൊന്നും ആളുകൾ ബസ് കയറി വന്ന് ഇവിടെ 1 മണിക്കൂർ കാത്തിരുന്ന് ഓട്ടോറിക്ഷക്കാരെ നോക്കി നിന്ന് വളരെ നേരം ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ടാവില്ല. കൂടുതലും ലേഡീസാണ് ഈ പഞ്ചായത്തിലേക്ക് പോകുന്നത്. പുരുഷന്മാർ പഞ്ചായത്തിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. അവർ പല പല പരിപാടിയായിട്ട് പോകും. പെണ്ണുങ്ങൾ വന്ന് ഈ വെയിറ്റിംഗ് ഷെഡിൽ വളരെ മണിക്കൂറുകൾ കുത്തിയിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോയി ബളാലിൽ അവിടുത്തെ കാര്യം നടത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഈ ഓട്ടോറിക്ഷ കാത്തിരിക്കുക. ഒരു ബസ് സർവീസ് അങ്ങോട്ടില്ല, കാര്യമായിട്ടൊരു ബസ് സർവീസില്ല. ആദ്യം ഈ താലൂക്കിൻ്റെ ആസ്ഥാനമായ വെള്ളരിക്കുണ്ടിൽ പഞ്ചായത്ത് ഓഫീസ് വെക്കണം. അതാണ് ഇവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പൈസ കണ്ടെത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടില്ലെങ്കിൽ ഫണ്ടുണ്ടാക്കി എത്രയും പെട്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി തീർക്കണം. പഞ്ചായത്തിൽ ആര് ഭരിച്ചാലും മെമ്പർ ആയാലും പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് ജയിച്ചു കഴിയുമ്പോൾ അവരവരുടെ പണിയായിട്ട് അവർ പോകും. പിന്നെ അവർ കിട്ടുന്ന ഫണ്ട് പറയും അവിടുന്ന് കടം വാങ്ങി, അവിടുന്ന് ചോദിച്ചു, ഇവിടുന്ന് ലോൺ എടുക്കുന്നതിന് ഇവർ നമ്മുടെ സർക്കാർ തന്നെ കടം എടുക്കുന്നത്. പിന്നെ ഈ ലോൺ എടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് ഈ 2 കാര്യങ്ങൾ നടത്തും. പഞ്ചായത്ത് ഓഫീസിന് സ്ഥലമില്ലെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി പഞ്ചായത്ത് ഓഫീസിനെ വെള്ളരിക്കുണ്ട് ടൗണിലാക്കും. നമ്മുടെ ഹൃദയമായ ആസ്ഥാനം വെള്ളരിക്കുണ്ടാ, താലൂക്ക് വെള്ളരിക്കുണ്ടാ. ആ താലൂക്കിൽ തന്നെ പഞ്ചായത്ത് വേണം. ആയിക്കോട്ടെ. അപ്പോൾ ടൗൺ വാർഡ്
ഒരു 14-ാം വാർഡിലെ സ്ഥാനാർത്ഥികളോടാണ് ചോദ്യം നമ്മുടെ വെള്ളരിക്കുണ്ട് സ്കൂളിൻ്റെ ആ ഗേറ്റ് തൊട്ട് ഇങ്ങോട്ടുള്ള വെള്ളം മുഴുവൻ ആ ഓടയിലൂടെ ഒഴുകി വരുന്നു. അത് താങ്ങാൻ ആ ഓടയ്ക്ക് ശേഷിയില്ല. റോഡിലൂടെ കവിഞ്ഞ് ഒഴുകി താഴെ വന്ന് ഈ പാലത്തേക്കട വന്ന് മറുകരയിൽ വന്ന് ഈ കരയിൽ വന്നിട്ട് അവിടെ കടയിലേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത്. 2 പ്രാവശ്യം അവിടെ കടയിൽ മലഞ്ചരക്ക് വളക്കട എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്കൂളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് TC ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടി പറയാൻ വേണ്ടി ശോഭിച്ചേട്ടനെ ക്ഷണിക്കുന്നു. ഇവിടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ചോദിച്ച ചോദ്യം, നമ്മളെ വെള്ളരിക്കുണ്ട് സ്കൂൾ മുതൽ വെള്ളരിക്കുണ്ട് ടൗൺ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ റോഡ് PWD ആയതിനാലും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ആ റോഡിൽ വലിയൊരു പ്രവർത്തനം നടത്താൻ പറ്റാത്തതിൻ്റെ സാങ്കേതിക പ്രശ്നം ഏവർക്കും അറിവുള്ളതാണല്ലോ. അതുകൂടാതെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ മിനിസ്റ്റർ വെള്ളരിക്കുണ്ടിൽ ഒരു അദാലത്ത് നടത്തിയിരുന്നു. അന്ന് ഈ 14-ാം വാർഡ് ഉൾപ്പെടുന്ന വെള്ളരിക്കുണ്ട് ഉൾപ്പെടുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എന്ന രീതിയിൽ ഞാനും അവിടെ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ആ നിവേദനം ഇതാണ്: കൊന്നക്കാട് മുതൽ വെള്ളരിക്കുണ്ട് വരെയുള്ള മെക്കാട റോഡിൻ്റെ പരിസര പ്രദേശത്ത്, അതായത് മെക്കാടം റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ കര കവിഞ്ഞൊഴുകുന്ന വെള്ളം ഓട നിർമ്മിച്ച് അതിലൂടെ വിടുന്നതിന് വേണ്ടി ഒരു നിവേദനം നൽകിയുണ്ടായി. ആ നിവേദനത്തിന് താങ്കളുടെ നിവേദനം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു മറുപടി അല്ലാതെ പിന്നീട് അതിന് മുന്നോട്ട് യാതൊരു കാര്യങ്ങളും നീങ്ങിയിട്ടില്ല. അതായത് ഒരു പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിക്ക് അപ്പുറമായിട്ട് ഫണ്ട് വേണ്ട ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരുകളുടെ എല്ലാം സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇത്തരം ബൃഹത്ത് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ സുഹൃത്ത് പ്രിയപ്പെട്ട ഷാജൻ പൈങ്ങോട്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ പൈപ്പ് സംസ്ഥാനം വിടുകയും വെള്ളം പഞ്ചായത്ത് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും നമുക്ക് മരുഭൂമിയിൽ കപ്പയിടാൻ പറ്റുമോ? പറ്റിയല്ല. എന്ന് പറഞ്ഞ പോലെ ആദ്യം വെള്ളത്തിൻ്റെ സോഴ്സാണ് കണ്ടെത്തേണ്ടത്. സോഴ്സിന് വേണ്ടിയുള്ള പഠനം നടത്തേണ്ട സംവിധാനങ്ങൾ അതിനുള്ള വിദഗ്ധരെ കൊണ്ട് ചെയ്യിപ്പിച്ച ശേഷമേ പൈപ്പിടാൻ പാടുള്ളൂ. ആദ്യം പൈപ്പല്ല ഇടുന്നത്. വെള്ളം പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കുകയല്ല. പഞ്ചായത്തിൽ വെള്ളത്തിന് സോഴ്സുള്ള പ്രദേശം, അതായത് നമ്മളിപ്പോൾ ചെറിയ വെള്ളമൊന്നും പോരല്ലോ, 10, 50 അല്ലെ 10, 2000 ലിറ്റർ വെള്ളം പോരാ. ഇത്രയും കുടുംബങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് ലഭ്യമാകണമെങ്കിൽ നല്ല സോഴ്സ് കാണണം. ആ സോഴ്സ് കണ്ടെത്താൻ എന്നുള്ളത് ആ പ്രദേശത്തെ ഭൂപ്രകൃതിയുടെ കൂടെ സ്വഭാവം അനുസരിച്ചിരിക്കുന്നു എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. TC ചേട്ടൻ്റെ ചോദ്യത്തിന് മറുപടി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് ഒരു മറുപടി അല്ലെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാമപഞ്ചായത്തിന് പലവിധ സോഴ്സുകളുണ്ട്. നമുക്ക് MLA ഉണ്ട്, MP ഉണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. ഒരു ജനപ്രതിനിധി ആയാൽ തീർച്ചയായും, ഞാൻ 2010 മുതൽ 2015 വരെ ഈ വെള്ളരിക്കുണ്ട് വാർഡിൻ്റെ മെമ്പറായിരുന്നു. ആ മെമ്പർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രം ആ വാർഡിനെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല. ആ ജനപ്രതിനിധിയുടെ കടമയാണ്, കർത്തവ്യമാണ്. സംസ്ഥാന സർക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ MLA കൊണ്ടോ എല്ലാവർക്കും ഇപ്പം നിലവിൽ തീർച്ചയായും രാജ്യസഭ MP എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. എല്ലാ കോൺഗ്രസിനുണ്ട്, LDFനുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. ആ ജയിച്ചു വരുന്ന ജനപ്രതിനിധി രാജ്യസഭ MP കൊണ്ട് അവിടെ ഓടയ്ക്കുള്ള ഫണ്ടും അത് വികസിച്ചെടുപ്പിക്കാൻ തീർച്ചയായും സാധിക്കും. നമ്മൾ പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലയിൽ ആ പഞ്ചായത്തിൽ മാത്രം കുമിഞ്ഞുകൂടിയിരുന്നാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. തീർച്ചയായും 14-ാം വാർഡിൻ്റെ ജനപ്രതിനിധിയായി ഞാൻ വിജയിച്ചു വന്നാൽ തീർച്ചയായും ഈ ബഹുമാനപ്പെട്ട വ്യാപാര വ്യവസായിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എന്നാൽ കഴിയുന്ന വിധം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും എന്നെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ 14-ാം വാർഡിൽ ചെയ്യാമെന്നും ചെയ്തു തരാമെന്നും ഞാൻ ഉറപ്പുവരുന്നു. അതുപോലെ ബഹുമാനായ ശോഭി മെമ്പർ പറഞ്ഞതിന് ഞാനൊരു മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നു. വളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 22ഓളം ജലനിധി പദ്ധതികൾ വളാൽ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിരുന്നു. ആ ജലനിധി പദ്ധതികൾക്കൊക്കെ സോഴ്സ് കണ്ടെത്തിയത് ആ ഗ്രാമപഞ്ചായത്താണ്. ഓരോ വാർഡിലും ഓരോ ഉന്നതികളിലും ജലസ്രോതസ്സുകളുണ്ട്. അവിടെ വളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്
സംസ്ഥാന സർക്കാരുകളെ കൊണ്ടോ മറ്റ് സോഴ്സ് ഉപയോഗിച്ച് അവിടെ കുഴൽക്കിണറുകൾ കുത്തിക്കൊണ്ട് ആ പ്രദേശത്തെ വെള്ളരിക്കുണ്ട് ടൗണിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റാനുള്ള സംവിധാനം വെള്ളരിക്കുണ്ട് ടൗണിൽ തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. അവിടെ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ത്യാഗ മനസ്ഥിതിയോട് പ്രവർത്തിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. തീർച്ചയായും ഞാൻ 14 മണ്ഡലം വിജയിച്ചു വന്നാൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളോടാണ് ചോദിക്കുന്നത്. വെള്ളരിക്കുണ്ടിൻ്റെ ടൗണിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ടൗണിൻ്റെ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സമീപ പ്രദേശമാണ്. വെള്ളരിക്കുണ്ടിലേക്ക് താലൂക്ക് ആസ്ഥാനമായതുകൊണ്ട് ഇവിടേക്ക് ആൾക്കാർ വരണമെങ്കിൽ യാത്രാ സൗകര്യം വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നിവേദനം കൊടുത്തത് വെള്ളാൽ രാജപുരം റോഡ് അത് മെക്കാടൻ റോഡാക്കി ടാർ ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പാത്തിക്കര ചുള്ളി റോഡ് നേരത്തെ ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്, ഇന്ന് അതിലെ യാത്രാ സൗകര്യം ബുദ്ധിമുട്ടാണ്. അപ്പം അതും മെക്കാടൻ റോഡാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നാണ് അറിയാൻ ആഗ്രഹമുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനമായ ഈ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും രാജപുരം തൊട്ട് നമ്മുടെ കല്ലഞ്ചിറ വരെയുള്ള ജില്ലാ പഞ്ചായത്ത് റോഡും മെക്കാഡിംഗ് റോഡ് ഞാൻ ജയിച്ചു വന്നാൽ ചെയ്തു തരും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു പാത്തിക്കര ചുള്ളി റോഡ്, ആ റോഡും ഞാൻ ജയിച്ചു വന്നാൽ, അതുപോലെ തന്നെ നമ്മളെ ഭരണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും ജനങ്ങളുടെ ഏതാവശ്യത്തിനും കൂടെ ഉണ്ടാകുന്നു. വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ അടിസ്ഥാന സൗകര്യ കാര്യത്തിൽ നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അതിന് ഇപ്പം കിടത്തി ചികിത്സ ഇല്ല നിലവിൽ. അത് കിടത്തി ചികിത്സ ഉണ്ടാക്കുമെന്നും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് ആ കാര്യങ്ങൾ നടത്തുമെന്നും, അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇപ്പം നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അത് ജില്ലാ പഞ്ചായത്തിനോട് കൂടി ചേർന്ന് നമ്മളൊരു മോണിറ്ററിംഗ് സിസ്റ്റം തന്നെ ഉണ്ടാക്കി വ്യാപാരികളും അതുപോലെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് അതിനുള്ള നടപടി എടുക്കുമെന്നും ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. ഇതേ ചോദ്യം നമ്മൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രമണിയേട്ടോട് ചോദിക്കാം. തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ വികസനം ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് ആ ഭാഗത്തേക്കുള്ള റോഡുകളുടെ സുഗമമായ യാത്ര തന്നെയാണ്. ചരക്ക് വാഹനങ്ങളായിക്കോട്ടെ, അല്ലാതെ തന്നെ കൊമേഴ്സ്യൽ വാഹനങ്ങളായിക്കോട്ടെ, നമ്മുടെ സഞ്ചാര പാതയായി എന്തായിക്കോട്ടെ, അതെല്ലാം സുഗമമായിട്ട് മാറേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശം വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിലേക്കുള്ള യാത്ര സുഗമമായെങ്കിൽ മാത്രമേ നമ്മുടെ പ്രദേശത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ജില്ലാ സ്ഥാനാർത്ഥി എന്ന നിലയിലും ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലും ഈ ഭാഗത്തെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ MPയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് പരമാവധി നല്ല രീതിയിൽ, അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് എനിക്ക് ഒരംഗത്വം കിട്ടിയാൽ ഈ നാടിന് വേണ്ടി നിങ്ങൾ എന്നോട് ഉന്നയിച്ച കാര്യങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ട് നടത്തി തരാൻ ശ്രമിക്കും. അത് വിജയിക്കും വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മളെ ടോമി ചേട്ടൻ തയ്യാറായിട്ടുണ്ട്, അതിന് കൊടുക്കുകയാണ്. എൻ്റെ അറിവിൽ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ ഇവിടെ ഒരു നല്ലൊരു പട്ടണം രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ തൊട്ട് കുടിയേറ്റക്കാർ തൊട്ട് എല്ലാ ആൾക്കാരും ഇതിനുവേണ്ടി ഒത്തിരിയേറെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ നിയമപരമായ കാര്യങ്ങളും അത് ശരിയാണെന്നും അതിന് കൊട്ടേഷൻ എന്നു മുതൽ അതിൻ്റെ പണി ആരംഭിക്കും, എന്നത് പൂർത്തീകരിക്കും എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കി തരണം. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ സ്ഥാനാർത്ഥികളോടും ചോദിക്കണം നടന്നത്. അത് ചോദിച്ച ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് അതിനു മുമ്പ് ഒരു മിനിറ്റ്, നമ്മളൊരു പുതിയ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഞാൻ സെഫീന, ബലാൽ ഡിവിഷനിൽ നിന്നും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായ സെഫീന ഫൈസിലാണ്. ഞാൻ ഇടത്തോടുകാരിയാണ്. അപ്പം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി പറയാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഇപ്പോൾ വേണ്ട, ആദ്യം നിങ്ങളൊന്ന് കേട്ട് പഠിച്ചതിന് ശേഷം മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൻ്റെ വിശദമായ വിവരങ്ങളാണ് അദ്ദേഹത്തിന് മറുപടിയായിട്ട് കൊടുക്കേണ്ടത്. അറിയുന്നവരാണെങ്കിൽ പറയാം, അല്ലാത്തവർക്ക് അറിയാത്തവരാണെങ്കിൽ അറിയില്ല എന്ന് പറയാം. രമണിയായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബളാൽ പഞ്ചായത്തിൽ ഞാൻ മെമ്പറൊന്നും ആയിട്ടില്ല.
എങ്കിലും ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിയാനുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊന്നക്കാട് ഈ വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞാൻ നമ്മുടെ ബളാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരോടും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളോടും ഒക്കെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അവരൊന്നും വ്യക്തമായ ഒരു മറുപടി തരാത്ത സ്ഥിതിക്ക് ഇതിന് വിവരാവകാശ നിയമപ്രകാരം ഞാനൊരു ലെറ്റർ ബളാൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുകൾ തലങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ മറുപടി, ഈ പഞ്ചായത്തിന് സ്ഥലം അനുവദിച്ചു കൊടുത്തത് ഒരു വ്യക്തി വളരെ ഉദാര മനസ്സോടുകൂടി അനുവദിച്ചു കൊടുത്തതാണെന്നും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു കക്കൂസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ പുഴയുമായി ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് അതിൻ്റെ ടോയ്ലറ്റ് സംവിധാനം കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ലെന്നും കുറേ കാലം നിർമ്മാണം ആ രീതിയിൽ പെൻഡിങ്ങിലായെന്നും ഒരു വിവരമാണ് ആദ്യപടിയായിട്ട് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കടലാസുകളെല്ലാം ഏറെക്കുറെ പൂർണ്ണമായി വന്നെങ്കിലും നമ്മുടെ ബളാൽ ഗ്രാമപഞ്ചായത്ത് നിരന്തരം എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി മേൽഘടകങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഓരോ ഭരണസമിതി കൂടുമ്പോഴും നമ്മുടെ ഇവിടെ ഓരോ വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിന് നമ്മൾ കടലാസ് വെക്കുമ്പോഴും അപ്പോഴെല്ലാം വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിന് വേണ്ടി ഒരു തുക മാറ്റി വെക്കണം എന്ന് മേൽക്കമ്മിറ്റിയോട് മുകളിലെ സംവിധാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴെല്ലാം അതിന് കറക്റ്റായ ഒരു പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി തരാൻ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ ബളാൽ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ബളാൽ പഞ്ചായത്ത് കൊടുക്കുന്ന കടലാസുകളെല്ലാം മേലെ തട്ടിന്ന് ഗുണനചിഹ്നം വരച്ച് താഴേക്ക് അയക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരവും നേരിട്ട് നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി. ആ മറുപടിക്ക് വ്യക്തമായ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്. രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 2 തട്ടുകളിലായിട്ട് 2 രാഷ്ട്രീയ പാർട്ടിക്കാരിയ്ക്കുമ്പോൾ ഞാനൊരാൾ വളരണ്ട നീ ഒരാൾ വളരണ്ട എന്ന ആ ഒരു നയമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇത്രയും കാലമായിട്ടും ഇതേപോലെ അധപ്പതിച്ച് കിടക്കാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് ബോധ്യമായ ഒരു വിഷയം. ബസ് സ്റ്റാൻഡിൻ്റെ വിഷയം മാത്രമല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതേപോലെയുള്ള അതിനൊരു പേര് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഞാനോ വലുത് നീയോ വലുത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് പോകുന്നത്. അതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ട്. ഈ ഒരു ബസ് സ്റ്റാൻഡ് വളരേണ്ടത് നമ്മുടെ വെള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വ്യാപാരി വ്യവസായി എന്നുള്ള നിലയിൽ ഞാനും പറയുന്നു, നമ്മൾ ഇതുപോലെ അവരോട് ചോദിക്കുന്നതല്ലാതെ അതിനുവേണ്ടി ശക്തമായ ഒരു നടപടികൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഷോബി മെമ്പർ പറഞ്ഞു ഞങ്ങൾ പലതിനും പരാതി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, നമ്മളൊരു പരാതിയിലേക്ക് മാത്രം നമ്മുടെ വിഷയങ്ങളെ ഒതുക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് പരാതി മാത്രമല്ല, ബസ് സ്റ്റാൻഡ് ഇപ്പം പച്ചനെറ്റിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ തന്നെ നമ്മുടെ മെമ്പർമാർ പറഞ്ഞു കഴിഞ്ഞു അതിന് ഫണ്ട്. അതായത് നിങ്ങൾ ഇപ്പം പറഞ്ഞ ഒറ്റ ചോദ്യം, അതേ ചോദ്യം ഇതാണ്, ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം എപ്പോൾ പൂർത്തീകരിക്കപ്പെടും? തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ബസ് സ്റ്റാൻഡിന്റെ പണി പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന നൂലാമാലകളെ അഴിച്ചുകൊണ്ട് അതിന് ശക്തമായ ഒരു നീക്കം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും അതിന് ഫണ്ട് അനുവദിക്കാൻ പറ്റുന്ന ഒരിടപെടൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് പോട്ടെ. അതായത് ടോമിച്ചാട്ടൻ ചോദ്യം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, അതിന്റെ മറുപടി പറയാം. ബസ് സ്റ്റാൻഡ് ചുരുക്കത്തിൽ പറഞ്ഞാൽ 30 വർഷം മുമ്പ് വിമല എസ്റ്റേറ്റ് സൗജന്യമായിട്ട് പഞ്ചായത്തിന് ക്യാമറ നോക്കണം, പഞ്ചായത്തിന് കൊടുത്ത സ്ഥലമാണ്. അത് സൗജന്യമായിട്ട് കൊടുത്തതാണ്. ഏകദേശം കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്ക നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തുടർച്ചയായി 11 വർഷമായി ഈ പഞ്ചായത്തിന് വേണ്ടി ബഡ്ജറ്റിൽ പൈസ നീക്കി വെക്കുന്നു. 1 കോടി തുടങ്ങി ഈ കഴിഞ്ഞ വർഷം 4,65,00,000 രൂപയാണ് ബഡ്ജറ്റ് നീക്കി വെച്ചത്. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് പണിയൊന്നും നടക്കാൻ പറ്റുന്നില്ല. സമരം പലരും നടത്തി. വ്യാപാരി വ്യവസായികൾ നടത്തിയ സമരത്തെ തുടർന്ന് ഈ വർഷം 50 ലക്ഷം രൂപ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്നതല്ല, 50 ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് ഈ മാർച്ച് 31 വരെ 50 ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് പണി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും അറിയില്ല, അതെങ്ങനെ തീരുമെന്നറിയില്ല. ബഹുമാനപ്പെട്ട ബേസാർ ചോദിച്ച പോലെ നമുക്ക് പറയാനാകില്ല, ഭരിക്കുന്നവരാണെങ്കിൽ പറയാനാകും അത് ഇന്ന് തീരും, എപ്പോൾ തീരും, എങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഭരണമില്ല, ഭരണ പങ്കാളിത്തമില്ല. ഇനിയും ജയിച്ച് എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്ന് നമുക്ക് പറയാൻ ഈ ചോദ്യത്തിനാവുള്ളൂ. നിലവിലെ ഈ പഞ്ചായത്തിന് ബസ് സ്റ്റാൻഡ് പണിക്ക് 50 ലക്ഷം രൂപ മാത്രമേ ബളാൽ ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം.
ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഫണ്ട് ഭരണസമിതി കണ്ടെത്തണം. ഒന്നെങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച തുകയിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുകൾ പണിയുമ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നോ മറ്റ് സംവിധാനങ്ങളിൽ നിന്നോ ലോൺ എടുത്തുകൊണ്ടാണ് മറ്റു പഞ്ചായത്തുകളൊക്കെ ഈ പഞ്ചായത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. നിലവിൽ വളാൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലോൺ സംബന്ധമായ കാര്യങ്ങൾ ഇതുവരെയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇപ്പോൾ നിലവിൽ 50 ലക്ഷം രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ പണി കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നടത്തുകയുള്ളൂ. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രീ ബേബി എം കെ പുതുവത്താനി അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. 2 കോടി ചിലവിലാണ് നിലവിലുള്ള ഒരു നില കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മളെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 4 കോടി രൂപയിലൊക്കെ ബസ് സ്റ്റാൻഡ് കെട്ടിടം 2 നില കെട്ടിടത്തിനുള്ള എസ്റ്റിമേറ്റുകൾ ആക്കി മുന്നോട്ട് പോയപ്പോൾ പഞ്ചായത്തിന് ലോണിന് അനുമതിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് മൂലമാണ് ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് 2 കോടി ചിലവിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം 1 നില കെട്ടിടം 1 വർഷം കൊണ്ട് തീരുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചോദ്യത്തിനുള്ള മറുപടി ഇതായിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. മറ്റ് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളിൽ രാഷ്ട്രീയമാണ്, ഒരുപാട് പറയാനുണ്ട്. അത് ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ ആ രീതിയിലുള്ള മറുപടികൾ അതേ ചോദ്യങ്ങൾക്ക് വരാം. ഇപ്പം ബഹുമാനപ്പെട്ട ബേബിച്ചേട്ടൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം 2 കോടി എസ്റ്റിമേറ്റ് കിട്ടുമെന്നും 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നാണ് നമ്മളെ ശോഭിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഈ ടൗണിന്റെ വികസനം എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. ഞാൻ 14, 15 വാർഡില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട്, പ്രത്യേകിച്ച് 14-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോടാണ് ചോദ്യം. 14-ാം വാർഡിൽ 1400 വോട്ടുണ്ട്. ഞങ്ങൾക്ക് അര വോട്ടേ ഉള്ളൂ. 15-ാം വാർഡ് വെച്ച് നോക്കിയാൽ 15-ാം വാർഡിൽ ആകെ 750 വോട്ടേ ഉള്ളൂ. ഞങ്ങൾ 2ാം തരം പൗരന്മാരാണോ, 2ാം കുടിയിലുണ്ടായവരാണോ? ഇനി കേന്ദ്ര സർക്കാർ എംപിമാരെ വിഭജിക്കുമ്പോൾ വോട്ട് ജോലി എന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത്, അതേ പരിപാടി വളാൽ പഞ്ചായത്തിലെ വാർഡ് വിഭജന പേര് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ വികസനത്തിന് ഫണ്ട് കിട്ടുമ്പോൾ 15-ാം വാർഡിൽ കിട്ടുമ്പോൾ 1500 പേർക്ക് കിട്ടുന്ന അതേ ഫണ്ട് 15-ാം വാർഡിൽ ഇരട്ടി കിട്ടും. ഞങ്ങൾക്ക് അര വോട്ടും മറ്റവർക്ക് 2 വോട്ടും. ഇത് നീതിയാണോ എന്ന് ഈ പഞ്ചായത്ത് വെച്ചവരും ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പറയും. ആയിക്കോട്ടെ, അത് സ്ഥാനാർത്ഥികൾക്ക് അത് മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാർഡ് വിഭജനവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നിലവിലുള്ള ഭരണസമിതി വാർഡ് വിഭജനം നടത്തി അതിനുശേഷമാണ് ഇവർ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കതിന് മറുപടി പറയാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. 14-ലെയും 15-ാം വാർഡിലെയും സ്ഥാനാർത്ഥികളാണ് മറുപടി പറയേണ്ടത്. മറുപടി ഷാജൻ ഭായി ഇങ്ങോട്ട്. അതായത് വളരെ ചുരുക്കമായി രാഷ്ട്രീയം കലർത്താതെ സംസാരിക്കാം. അത് ജോഷുവ പറഞ്ഞത് സത്യമാണ്. നമ്മളുടെ 15-ാം വാർഡിൽ വെറും 778 വോട്ടർമാരേ ഉള്ളൂ. അവിടെ 1300 അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരിക്കലും നീതീകരിക്കാനാകുന്നില്ല. വളരുന്ന പട്ടണമായ വെള്ളരിക്കുണ്ടിനെ നടുവെ പുലർത്തിയിരിക്കുകയാണ്. ഒരു തോട് പറഞ്ഞ് ഒരു ടൗൺ വികസനം എന്ന് പറഞ്ഞാൽ ആ ടൗൺ ഏകീകരിച്ചിരിക്കണം. അത് വാർഡ് വിഭജനം നടത്തിയവരെ പരാജയപ്പെട്ടിരിക്കുന്നവരെ കാണിച്ചത് ശരിയല്ല എന്ന് ജോഷിയോടൊപ്പം ഞാൻ നിൽക്കുന്നു. ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ന്യായമായ ചോദ്യമാണ്. ഒരു ടൗൺ വാർഡ് പകുതി ആക്കേണ്ടതിന് പകരം 1400, 700 ആക്കുക, അത് ന്യായമായ കാര്യമല്ല. അതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. അതിനൊരു മറുപടി ആയിട്ടില്ല. നിങ്ങളുടെ ചോദ്യത്തിനൊരു മറുപടി അതിൽ വന്നിട്ടില്ല. ഇപ്പോഴും നമ്മളല്ല ഇത് ചെയ്താൽ, നമ്മളിനി വന്നു കഴിയുമ്പോൾ അടുത്ത ഭരണസമിതി വരുമ്പോൾ നമ്മളിതിനെ മാറ്റി വീണ്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തിരിക്കും. ഇപ്പം നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ചെയ്തത് ഇപ്പം നിലവിലുള്ള ഭരണസമിതിയല്ലേ, അവർ ചെയ്തത് വളരെ മോശമാണ് ഞാൻ അഭിപ്രായപ്പെടുന്നു. നമ്മൾ ഭരണത്തിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും വിഭജിക്കും, ന്യായമായ രീതിയിൽ ചെയ്യും. മറുപടി ഇവിടെ ഒരു മിനിറ്റ് ബിജുവേട്ടനോട് അതിന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം സാജേട്ടനെ നമ്മൾ വിളിക്കുന്നതായിരിക്കും. മറുപടി പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാവും. അതുകൊണ്ട് രാഷ്ട്രീയം കലർത്താതെ തന്നെ അതിൻ്റെ രീതിയിൽ പറയാം. ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതിക്കാർ വന്നപ്പോൾ ഇത് തികച്ചും തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ വോട്ടർ പട്ടിക അടിച്ചു വന്നപ്പോൾ ആ രീതിയിലൊരു പട്ടികയാണ് വന്നത്. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യത്തിലേക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വികസന കാര്യങ്ങൾ പറയുക, അത് ശരിക്കും പ്രതികരിക്കേണ്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. മറുപടി പറയാനിരുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത
ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് വേളയിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ബഹുമാനപ്പെട്ട ജോഷുവ സാർ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള അനാദരവാകുന്നതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയാം. കാരണം നമുക്കിപ്പോൾ വെള്ളരിക്കുണ്ടിൽ അടുത്തടുത്ത് 2 വാർഡുകൾ ആ പാലത്തിൻ്റെ അവിടെ വെച്ച് രണ്ടായതുകൊണ്ട് ഇപ്പറയുള്ള ആളുകൾക്ക് അങ്ങോട്ട് സഞ്ചരിക്കുന്നതിനോ അപ്പറയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നതിനോ വികസന പ്രവർത്തനങ്ങൾ അടുത്തുള്ള പ്രദേശത്ത് വരുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഒന്ന്. രണ്ടാമത്, പഞ്ചായത്ത് വിഭജനങ്ങൾ, വാർഡ് വിഭജനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിഭജനങ്ങളൊക്കെ അതാത് കാലത്ത് നമ്മളീ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ബിജു സൂചിപ്പിച്ച പോലെ തന്നെ അത് പറഞ്ഞു വന്നാൽ രാഷ്ട്രീയം വരുമെങ്കിലും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാലോൺ ഡിവിഷനിലെ 10ാം വാർഡ് പാലാവേല ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ലോജിക്കിൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിലൊക്കെ അത്തരം കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട തോമസ് ചാക്കോ ഇലക്ഷൻ കമ്മീഷന് വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് പരാതി നൽകി. എന്നാലും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്ന ഒരു മാനദണ്ഡം എന്തെന്ന് ചോദിച്ചാൽ, ഇത്തവണ ആളുകളുടെ പോപ്പുലേഷനല്ല ഇതിനെ അടിസ്ഥാനമാക്കിയത്. 480 മുതൽ 520 വരെ റെസിഡൻസ് നമ്പറുകൾ, അതായത് താമസ സൗകര്യത്തിനുള്ള നമ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാർഡ് വിഭജനം നടത്തിയത്. അങ്ങനെ വരുമ്പോൾ വെള്ളരിക്കുണ്ട് ടൗൺ ഉൾപ്പെടുന്ന 15ാം വാർഡിൽ നമ്മളെ കടകളുടെയൊക്കെ പുറകിലുള്ള റൂമുകൾ നമ്പറുകൾ റെസിഡൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ റൂമുകളിൽ ആൾതാമസമില്ലാത്ത റൂമുകളുണ്ട്. അതേ അവസ്ഥയിൽ 14ാം വാർഡിൽ വരുന്ന നമ്മളെ ഈ അക്ഷയ കേന്ദ്രം മുതൽ പുന്നക്കുന്ന് വരെ ഉൾപ്പെടുന്ന പ്രദേശം തികച്ചും ഗ്രാമീണ മേഖലയായ പ്രദേശമായതുകൊണ്ടും അവിടുത്തെ വീടുകളിലെല്ലാം ആൾതാമസമുള്ളതുകൊണ്ടും വാടകയ്ക്ക് ആളുകൾ താമസമുള്ളതുകൊണ്ടും ഇവിടുത്തെ അപേക്ഷിച്ച് തുലവും 100-400 വോട്ട് ആ വാർഡിൽ കൂടുതൽ വന്നു ഉള്ളതാണ്. നിങ്ങൾക്ക് വിവരാവകാശം വെച്ചാലും നാളെ രേഖകൾ ആവശ്യപ്പെട്ടാലും കിട്ടുന്ന വിവരം. അതാണ് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ ഉള്ളൊരു മറുപടി എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനടുത്തത് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ആരിൽ നിന്നും വന്നിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രമായി ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. കാരണം നേരത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം മലയോര മേഖലയിലെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് വെള്ളരിക്കുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നല്ല ബിൽഡിങ്ങുകൾ വന്നിട്ട് പോലും ഏതാണ്ട് 100ന് മുകളിൽ ടോക്കൺ എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഡോക്ടർമാരില്ല, കിടത്തി ചികിത്സയില്ല. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ തന്നെ കുറച്ച് സ്ഥലം ഈ തോടിൻ്റെ അപ്പുറം ഭാഗത്തുണ്ട്. അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ആൾക്കാർക്ക് നിലവിൽ ശോഭിക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്ന കുറേ വിഷമങ്ങളുണ്ട്. നമ്മുടെ ഈ മലയോര മേഖലയിൽ നിന്ന് രക്തദാന ദാതാക്കളെയും കൊണ്ട് കാഞ്ഞങ്ങാടോ കാസർഗോഡോ പോകണമെങ്കിൽ ചില സമയത്ത് അവിടെ എത്തുമ്പോഴത്തേന് അവിടുത്തെ സമയം കഴിയും. 1 മണി വരെ മാത്രമേ ബ്ലഡ് എടുക്കുന്നുള്ളൂ. അതിനുശേഷം ആൾക്കാർ പോയാൽ അവിടെ ബ്ലഡ് എടുക്കാതെ തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആശുപത്രിയിൽ പിന്നെ രക്തം ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മലയോര മേഖലയിലെ രോഗികൾക്ക് കൃത്യമായിട്ട് രക്തം എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അതിനുവേണ്ടി ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി കിടക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് ഈ തോടിൻ്റെ അക്കരെ ഭാഗത്ത്. അത് നമുക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഏത് രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി കഴിയുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷേ 2 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, രക്തദാന സേനയുമായി ബന്ധപ്പെട്ട് ഉള്ള മഹനീയമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഷീർ ഷാ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ നമ്മളൊന്ന് അഭിനന്ദിക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തദാനത്തിന് വേണ്ടി രക്തദാതാക്കളെയും കൂട്ടി കാഞ്ഞങ്ങാട് പോകുമ്പോഴേക്കും അവിടെ അതിനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ മലയോര മേഖലയിൽ ഈ താലൂക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ നടത്തുവാൻ വേണ്ടി പറ്റുമോ? അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ സ്ഥലവും ഉണ്ട്. ആ സ്ഥലവും ഏത് രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കും, നിങ്ങൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വിനിയോഗിക്കും, അതിനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ബഷീർ ചോദിച്ചിട്ടുള്ളത്. മറുപടി പറയുവാൻ വേണ്ടി ക്ഷണിക്കും. നമ്മുടെ ഹോസ്പിറ്റൽ പഞ്ചായത്തിൻ്റെ ബളാൽ പഞ്ചായത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ അതിൽ നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ ബ്ലോക്കിൻ്റെ കീഴിലായതിനു ശേഷം ഡോക്ടർ സേവനം വളരെ കുറവാണ്. അതുമല്ല ഉന്നതികളിൽ നിന്നൊക്കെ വരുന്നവർ വളരെ വാഹനം പിടിച്ചൊക്കെ വരുന്നു. ഇവിടെ എത്തുമ്പോൾ ഡോക്ടർ ഇല്ല. അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഞാനും ആ ഹോസ്പിറ്റലിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എന്ത് ഫണ്ട് കിട്ടുവാണെങ്കിലും
ഈ ഹോസ്പിറ്റലിന് വേണ്ടിയും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ബഷീർച്ച പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ ഇത് നമുക്ക് ഇവിടെ തുടങ്ങാനുള്ള എവിടം വരെ പോകാനും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നു. മറുപടി പറയാൻ ക്ഷണിക്കുകയാണ്. ബഷീർച്ച പറഞ്ഞ ചോദ്യം ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ബ്ലഡ് ട്രാൻസ്ലേഷൻ, ബ്ലഡ് കൊടുക്കൽ എന്നതിൽ ആ ഒരു പ്രവർത്തനം അതെനിക്ക് തോന്നുന്നത് അതായത് ഹോസ്പിറ്റലിൽ അനുവദിച്ചിരിക്കുന്ന സമയം കുറവാണോ എന്നുള്ളതാണ്. കാരണം ഉച്ചവരെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ക്ലിനിക്കുകൾ അതിൻ്റെ പ്രവർത്തന ദൈർഘ്യം കൂട്ടിയാൽ ചിലപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ആകുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തെല്ലാം ഈ ബ്ലോക്ക് പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ബ്ലോക്ക് മെമ്പർക്ക് ചെയ്യാൻ പറ്റും അത് കൃത്യമായി പരിശോധിച്ച് അത് വേണ്ടുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയാനുള്ളത്. PHC ആയിരുന്നപ്പം അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരമായിരുന്നു. ഇപ്പം അത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തപ്പം കിടത്തി ചികിത്സ ഇല്ലാണ്ടാണ്. അപ്പം അത് വീണ്ടും പുനരാരംഭിക്കാൻ നിങ്ങൾ എന്ത് നടപടി എടുക്കും എന്നോട് അറിയാം. തീർച്ചയായിട്ടും കിടത്തി ചികിത്സക്കാനുള്ള എല്ലാ സഹായങ്ങളും അതായത് ഒരു ബ്ലോക്ക് മെമ്പർക്ക് പറ്റുന്ന തരത്തിൽ അത് എങ്ങനെ ഏതറ്റം വരെ വേണമെങ്കിലും നിങ്ങൾ കൂടെ തന്നെ അതായത് ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഒരു ഉറപ്പ്. മറുപടി പറയുന്നുണ്ടോ? ഞാൻ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഈ വെള്ളരിക്കുണ്ട് പ്രാഥമിക എന്നതിൽ കിടത്തി ചികിത്സ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിരുന്നു. ഇവിടെ നമ്മുടെ ഒരു കടന്നപ്പള്ളി മന്ത്രി വന്നില്ലേ, അന്നേരം നിവേദനം കൊടുത്തിരുന്നു. ആ നിവേദന പ്രകാരം നമ്മുടെ DMO ജില്ലാ ഓഫീസർ മറുപടി ചെയ്യുന്നത് ഒരു ബ്ലോക്കിൻ്റെ പരിധിയിൽ ഒരു ബ്ലോക്ക് ഒരു ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടെങ്കിൽ അവിടെ തൽക്കാലം മറ്റുള്ള ആശുപത്രിയിൽ കിടത്തി ചികിത്സ അസാധ്യമാണെന്നാണ് അദ്ദേഹം മറുപടി തന്നത്. മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതനുസരിച്ച് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാരുടെ കുറവാണ്, അതിന് മനസ്സിലാകുന്നു. അത് നടത്താതെ പോകുന്നുണ്ടെന്നത് ഈ കെട്ടിടം പണി തുടങ്ങിയ കാലഘട്ടത്തിൽ അവിടെ കിടത്തി ചികിത്സിക്കുന്ന റൂമിൻ്റെ ഗ്രില്ലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുന്ന ഗ്രില്ലുകളെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജീവനക്കാർക്ക് പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് അവർ പറയുന്നു ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഗ്രില്ലെല്ലാം മാറ്റി, അതുകൊണ്ട് കിടത്തി ചികിത്സ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ കിടത്തി ചികിത്സ ഇല്ലാതാക്കിയത്. ഇപ്പോൾ അത് ഡോക്ടർമാർ അത് പുനരാരംഭിക്കുന്നില്ല. അതിന് വേണ്ട പരിശ്രമം ബ്ലോക്കിൽ നിന്ന് എന്തായാലും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ കിണറുകേന്ദ്രം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ 3 സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അതിൽ BJP പ്രതിനിധിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് 4 മണിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 10ാം വാർഡിൽ കിണറുകേന്ദ്രം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് കൂരാങ്ങോണ്ട് എന്താണ് അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന. നമസ്കാരം. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ആ പരിധിക്കുള്ളിൽ വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ് ജയിച്ചു കഴിഞ്ഞാൽ. ഉദ്ദേശിക്കുന്നത് 10ാം വാർഡ് നമ്മുടെ വെള്ളരിക്കുണ്ട് ടൗണിൻ്റെ ഒരു 1/4 ഭാഗം വരുന്നുണ്ട് ഇപ്പം. എന്നാൽ അവിടെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെള്ളരിക്കുണ്ട് ഈ ഭാഗത്ത് വരുന്ന ഒരു ആൾക്കൊരു പിന്നെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോകണം, ഓട്ടോറിക്ഷ പിടിച്ച് പോകണം. അതാണ് അവസ്ഥ. നമ്മൾ മറ്റു ടൗൺ പോലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്നതാണ്. അപ്പം അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഈ ബാത്റൂം അങ്ങനെ വലിയ സെറ്റപ്പ് വേണ്ട, അല്ലാതെ ശുചിമുറികൾ ഉണ്ടാക്കാൻ സംവിധാനങ്ങളുണ്ട്. അപ്പം അത് ഒരു അവിടെ ആക്കുക. അതുപോലെ ബസ് സ്റ്റാൻഡ് വേണ്ട, ബസ് കയറി ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനം അവിടെ സ്ഥലമുണ്ട്, പഞ്ചായത്തിന് സ്ഥലം കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ. പിന്നെ വെട്ടം, ആ ഭാഗത്ത് ഇവിടെ അമ്പലത്തിന് മുന്നേ ഒരു കൈമാറ്റ് ലൈറ്റേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അവിടെ വെട്ടമില്ല. അപ്പം അങ്ങനെ അവിടെ ലൈറ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൗണിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുടിവെള്ള സൗകര്യം ഇല്ല, അതിനും നമുക്ക് അവിടെ സ്രോതസ്സ് കണ്ടെത്താൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണം ജയിച്ചു വന്നാൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നതിലൊരു പരിധിയുണ്ട്. അത് ബ്ലോക്ക് മെമ്പർക്കാണോ ജില്ലാ മെമ്പർക്കാണോ ചെയ്യാൻ പറ്റുമത്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, അത് തന്നെ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വെക്കുക എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ചോദ്യം ചോദിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ അവർക്കാണ്. എനിക്ക് മുഴുവനും സ്ഥാനാർത്ഥികളോട് മാത്രമാണ് കാര്യം പറയാനുള്ളത്.
അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. തീർച്ചയായും ഈ വള്ളരിക്കുണ്ട് ടൗണ് മലയോരത്തിൻ്റെ ഏറ്റവും സുരാകേന്ദ്രം തന്നെയാണ്. ഇന്ന് വ്യാപാരികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം കച്ചവടമില്ലായ്മ തന്നെയാണ്. അതിന് പ്രധാന കാരണം ഓൺലൈൻ കച്ചവടം തന്നെയാണ്. ഒരു ഇലക്ഷൻ ആയാലും ഏതൊരു പരിപാടി വന്നാലും നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് വ്യാപാരികളുടെ അടുത്തേക്കാണ്. നമ്മൾ ചേർത്ത് നിർത്തുന്നതും വ്യാപാരികളാണ്. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളൂ, വള്ളരിക്കുണ്ട് ഈ മലയോരത്തെ സാധാരണ ആളുകളോട്, നമ്മുടെ ഈ വ്യാപാരികൾ നമ്മളെയും പ്രതീക്ഷിച്ച് നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ 10 രൂപ അധികമായാൽ പോലും ആ കടകളിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങണം. ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കടകളിൽ വള്ളരിക്കുണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളെന്ത് നിർഭാഗ്യവശാൽ എല്ലാവരും ഓൺലൈൻ ആശ്രയിച്ചു കൊണ്ട് കഴിയുമ്പോൾ ഒരുപാട് കടകൾ അടച്ചുപൂട്ടുകയാണ്. ഒരുപാട് പേര് കടക്കണിയിലേക്ക് വീഴുകയാണ്. ഒരുപാട് വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് പോകുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ തകരുകയാണ്. ഇത് വ്യാപാരികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അപ്പം നിങ്ങൾ ജയിച്ചു വരുമ്പോൾ തീർച്ചയായും കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് വള്ളരിക്കുണ്ടിലെയും സമീപത്തുള്ള വ്യാപാരികൾക്ക് വേണ്ടി ശബ്ദിക്കണം. അവരുടെ ഈ വ്യാപാര മേഖലയിലുള്ള പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. അത് നിങ്ങളൊക്കെ ഒത്തൊരുമിക്കണം. പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ വ്യാപാരികളുടെ പ്രയാസങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഫൈസലിന്റെ അഭ്യർത്ഥന ചോദ്യങ്ങളൊന്നുമല്ല, സ്ഥാനാർത്ഥികൾ മറുപടി പറയേണ്ടതല്ല. നമ്മുടെ ഇന്നത്തെ കച്ചവടക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം ഓൺലൈൻ ബിസിനസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കേൾക്കുന്ന എല്ലാവരും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ ഒന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാരികളെ സംരക്ഷിക്കുവാനുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സാധനം വാങ്ങുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കണമെന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നല്ലൊരു കാര്യം, അതായത് വ്യാപാരി വ്യവസായി സംഘടിപ്പിച്ചൊരു പരിപാടി തന്നെ ആയതുകൊണ്ട് നല്ലൊരു കാര്യം സൂചിപ്പിച്ച ഫൈസലിന് പ്രത്യേക അഭിനന്ദനം ഈ സമയത്ത് കൊടുക്കേണ്ടതാണ്. ചോദ്യങ്ങൾ ഈ വാർഡിലെ മെമ്പർമാരോടാണ്, സ്ഥാനാർത്ഥികളോട്. 15-ാം വാർഡല്ലേ? 15-ാം വാർഡിൽ. അതായത് വെള്ളരിക്കുണ്ടിൽ ടൗൺ വൃത്തിയാക്കാൻ വേണ്ടി നേരത്തെ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അവർക്ക് പൈസ കൊടുക്കുന്നില്ല, 2-3 മാസം പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ നാടിനെ വൃത്തിയുള്ളതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള 2 തൊഴിലാളികളുണ്ടായിരുന്നു, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് വന്നിട്ടുള്ളത്. അതിന് എന്താണ് നിങ്ങൾ പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതിനാണ് മറുപടി പറയേണ്ടത്. അത് പഞ്ചായത്ത് ഭരണസമിതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അതിന് നിങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം. പ്രത്യേകിച്ച് ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വെള്ളരിക്കുണ്ടിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല മറ്റുള്ള മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിനു വേണ്ടുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ഈ പഞ്ചായത്തിൽ ഒന്നെങ്കിലും സ്ഥാപിക്കുകയും ഇവിടുന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ, ലോറൻസ് ചേട്ടൻ പറഞ്ഞ പോലെ 2 പേരുണ്ടായിരുന്നു പറഞ്ഞു, വെള്ളരിക്കുണ്ട് ടൗണിൽ അതിന് പ്രത്യേക ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് തന്നെ, പഞ്ചായത്തിൻ്റെ ജീവനക്കാരനെ നിയമിച്ചുകൊണ്ട് തന്നെ അത് ശേഖരിക്കുകയും അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിക്കും. ഈ തീർച്ചയായിട്ടും നമുക്കറിയാം, വ്യാപാരി വ്യവസായികളെ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രദേശങ്ങളെക്കായാലും ജനങ്ങളുമായിട്ടും പഞ്ചായത്തുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെന്നറിയാം. ഗാന്ധി ഭവനിലൊക്കെ ഈ ഇവിടുത്തെ വ്യാപാരികളുടെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവരെ ഗാന്ധി ഭവനിൽ അനാഥരെ സംരക്ഷിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും പിന്തുണ ഉണ്ടാകണം. മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളരിക്കുണ്ടിൽ വ്യാപാരം ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇവിടേക്ക് വരുവുള്ളൂ. ഒരു സത്യമുണ്ട്, ബിവറേജ് ഇവിടെ ഉള്ളതുകൊണ്ട് ഏറെ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നു. അതൊക്കെ സത്യമാണ്, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇവരാരും പറഞ്ഞില്ലെങ്കിലും അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏറെ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ കച്ചവടം കൂടണം. കച്ചവടം കൂടണമെങ്കിൽ മാന്യമായ വാടകയ്ക്ക് റൂമുകൾ കച്ചവടക്കാർക്ക് കിട്ടണം. മാന്യമായ വിലയ്ക്ക് കച്ചവടക്കാർ ബിസിനസ് ചെയ്യണം. കൂടുതൽ ബിസിനസ് ചെയ്താൽ, കുറച്ച് ബിസിനസ് ചെയ്ത് കൂടുതൽ ലാഭം എടുക്കുന്നതിനേക്കാളും കൂടുതൽ ബിസിനസ് ചെയ്ത് കുറച്ച് ലാഭം എടുക്കണം. മുമ്പ് പറഞ്ഞ പോലെ ഓൺലൈൻ ബിസിനസ് നമുക്ക് നിരോധിക്കാനാകില്ല. അത് ലോകവും സംസ്ഥാനവും കേന്ദ്രവുമൊക്കെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എൻ്റെ മക്കളായാലും നിങ്ങളുടെ ഒക്കെ മക്കളായാലും ധാരാളം ഓൺലൈൻ സാധനങ്ങൾ വാങ്ങും. എവിടെ 10 രൂപ കുറഞ്ഞ് കിട്ടിയാൽ അവിടെ വാങ്ങും. അതൊക്കെ ഒരു സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വെള്ളരിക്കുണ്ടിലെ വ്യാപാരികളോട് അഭ്യർത്ഥിക്കുന്നു, ഇവിടെയുള്ള വ്യാപാരികളും യുവതലമുറയെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ രംഗത്തേക്ക് മാറണം. കച്ചവടത്തോടൊപ്പം
അവരുടെ അഭിരുചി അനുസരിച്ച് കച്ചവട വസ്തുക്കൾ അവരാവശ്യപ്പെടുന്ന വസ്തുക്കളെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ ജോസിയേട്ടൻ ചിരിക്കുന്നുണ്ട്, തമാശ, ഇതൊന്നുമല്ല, ഇതൊക്കെ പരീക്ഷിക്കണം. നമ്മൾ ക്ലീനിങ് തൊഴിലാളികളെ അവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം എന്തായാലും അങ്ങയുടെ ഭാഗത്തുണ്ടാവും. ഓക്കെ, വേവിച്ചേട്ടൻ പറയുന്നത് വെള്ളരിക്കുണ്ടിലെ മാലിന്യ പ്രശ്നം രണ്ടുപേരെ പഞ്ചായത്തിൻ്റെ തൊഴിലാളികൾ ഇവിടെ ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല എന്നാണ് ഇവിടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ നിന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായി വന്നാൽ അത് പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും എടുക്കും. കൂടാതെ ഈ മാലിന്യ സംസ്കരണം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് അവരുമായി സഹകരിച്ചിട്ട് പരിഹരിക്കാൻ സംസ്കരണം നടത്തുന്നതിന് വേണ്ട നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങും. തോമസ് ചേട്ടനൊരു ചോദ്യം ചോദിക്കാനുണ്ട്, കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. 14-15 വാർഡുകൾ. നമുക്ക് ഈ വ്യാപാരികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഹരിതകർമ്മ സേനയ്ക്കുള്ള ഫീസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ വേസ്റ്റ് ഇല്ലാത്തവർ, സ്വർണ്ണക്കട വേസ്റ്റ് ഇല്ല, നമുക്കറിയാം സ്വർണ്ണക്കട വേസ്റ്റ് ഇല്ല, അതുപോലെ വേസ്റ്റ് ഇല്ലാത്ത കടക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ജയിച്ചു വന്നാൽ അതിനുവേണ്ടി എന്ത് നടപടി എടുക്കും? അങ്ങനെ കിട്ടാവാണെങ്കിൽ നിങ്ങൾ ചെയ്തു തരുമോ എന്നാണ് ഒന്ന് ചോദിക്കാവുന്നത്. ഓക്കെ, 14-15 രണ്ടുപേരും പറയണം അല്ലേ? ചോദ്യം, അതായത് ഹരിതകർമ്മ സേനയുടെ മാസത്തിലുള്ള ഫീസ് അത് മാലിന്യങ്ങളില്ലാത്ത കച്ചവടക്കാരും കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സ്വർണ്ണ കച്ചവടക്കാരും അതുപോലെ തന്നെ നടത്തുന്ന ഗോൾഡ് കവറിങ് അവർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത്. അപ്പം നിങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഒരു അധികാരമുണ്ട്, ഇത് ഈ ഫീസ് അവരിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള സംവിധാനം ബേബിച്ചേട്ടൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോൾ ബളാൽ പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തും ഇല്ലേ, എല്ലാ പഞ്ചായത്തും ഉണ്ട്. അപ്പോൾ അതുമായിട്ട് പഠിച്ചിട്ടേ അതിനെപ്പറ്റിയൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ശ്രദ്ധയിൽ വെക്കുന്നത്. ശോഭിച്ച പ്രിയപ്പെട്ട തോമസ് ചെറിയാൻ്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അതിലുള്ളൊരു അപാകത എനിക്ക് തോന്നുന്നത് ഹരിത ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്തിന് അധികാരമുണ്ടെങ്കിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ മെമ്പറായി ജയിക്കുകയാണെങ്കിൽ അതിനു വേണ്ട ഇടപെടൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ കാര്യത്തിലും എനിക്കും പറയാനുള്ള അത്രയേ ഉള്ളൂ. പക്ഷേ TC പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നില്ല. കാരണം ഗോൾഡ് കവറിങ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അർഹതപ്പെട്ട കാര്യമാണെങ്കിൽ തീർച്ചയായും അത് സാധിച്ചു തരാൻ ശ്രമിക്കും. ഗോൾഡ് കവറിങ് സാധനത്തിനൊക്കെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കടക്കാരും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നീതിപൂർവമായ ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്ന് നടത്തും എന്ന് ഉറപ്പ് തരും. അത് തീർച്ചയായിട്ടും ഒരു കാര്യം പറയേണ്ടതാണ്. ഗോൾഡ് വരിങ് എന്ന് ഞാൻ പറഞ്ഞില്ല, മാഷ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് സ്വർണ്ണക്കടയാണ്. ഞാൻ സ്വർണ്ണക്കടയാണ് പറഞ്ഞത്. സ്വർണ്ണക്കട, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ്, അതുപോലെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ വേസ്റ്റ് ഇല്ലാത്തതുണ്ട്. അല്ല, ഇവിടെ അവതാരകൻ അവതരിപ്പിച്ചത് ഗോൾഡ് കവറിംഗ് എന്ന് പറഞ്ഞു, അതാണ് അതിന് മറുപടി. അതെ അതെ, ഗോൾഡ് കവറിംഗ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും അതുമായി ബന്ധപ്പെട്ട് അവിടെ മാലിന്യങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം, വ്യാപാരികളല്ല, കൃഷിക്കാരായാലും തൊഴിലാളികളായാലും വീട്ടുകാരായാലും അവിടെ നിന്ന് മാലിന്യങ്ങളില്ലെങ്കിൽ അവരോട് ഫീസ് പകരുന്നതാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം. നമ്മൾ ഇല്ലാത്തതിനാണ് ഫീസ് കൊടുക്കുന്നത്, അത് അനീതിയാണ്, അത് അന്യായമാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഭരണസമിതി അങ്ങനെ ജയിച്ചൊക്കെ അവിടെ എത്തി ഒരു ഭരണസമിതിയും സംവിധാനങ്ങളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നിലപാട് ഞാനവിടെ വ്യക്തമാക്കും. ആരോടും ഇങ്ങനത്തെ ഇത് വേസ്റ്റ് ഇല്ലെങ്കിൽ കാശ് വാങ്ങാൻ പാടില്ല. മറ്റ് സാധിരാജനൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. ഒന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളോട് ചോദിക്കാനല്ലേ. നമ്മളെ ബളാൽ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 100-ന് മുകളിൽ ഉന്നതികളുണ്ട്. എന്നാൽ ഈ 100-ന് മുകളിൽ ഉന്നതികൾ ഉണ്ടെങ്കിലും മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ആ മേഖലയിൽ നിന്ന് ജോലിയിലെത്തുന്നവർ വളരെ കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ്.
കാരണം പ്രീ മെട്രിക് സൗകര്യങ്ങൾ നമുക്കില്ല, അവർക്ക് പ്രത്യേക സ്കൂളുകളില്ല, അവർ കൂടിപ്പോയ ഒരു +2-നപ്പുറം വിദ്യാഭ്യാസം കിടക്കുന്നില്ല. അതുകൂടാതെ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ അവർ പിന്നെ മുന്നോട്ട് എത്തുന്നത് നമ്മളെ പഞ്ചായത്തിനാണ്. പക്ഷെ ജില്ലക്കപ്പുറം നമുക്ക് അവരെ എത്തിക്കാനും പറ്റുന്നില്ല. ഇതിനൊരു പരിഹാരം നിങ്ങൾ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ആ രീതിയിലുള്ള സ്പോർട്സ് അക്കാദമി പോലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വളരെ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളോട് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രകടന പത്രികയിൽ വെള്ളരിക്കുണ്ട് ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാഴ്ച ചന്ത അല്ലെങ്കിൽ ഒരു മാസച്ചന്ത നടപ്പിലാക്കും എന്നാണ് പറഞ്ഞായിരുന്നു. പക്ഷെ ഈ പ്രകടന പത്രികയിൽ അത് കാണുന്നില്ല. എന്നത് ഉപേക്ഷിച്ചോ അല്ല തുടർന്നു പോകാനോ വല്ല സാധ്യതയുണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ വ്യാപാര മേഖല ഒന്നും കൂടി ഉണരുമല്ലേ? നമ്മൾ അടുത്ത ചന്തകൾ നമ്മൾ പോയി നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ചന്തകൾ നടക്കുന്നുണ്ട്. ബദിയെടുക്കാൻ നടക്കുന്നുണ്ട്, ബാലെടുക്കാൻ നടക്കുന്നുണ്ട്, മുള്ളേരിയ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള വ്യാപാര കച്ചവടങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ വെള്ളരിക്കുണ്ടിലേക്കും ജനങ്ങൾ എത്തിക്കാനുള്ള പദ്ധതികൾ നിങ്ങൾക്ക് ആവിഷ്കരിച്ചൂടെ? ചോദ്യം മനസ്സിലാവുമല്ലോ അല്ലേ? ജില്ലാ പഞ്ചായത്ത് ബന്ധപ്പെട്ട ചോദ്യം മറുപടി പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ ഉന്നതികളിൽ കുട്ടികളടക്കം ഉള്ളവർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ സ്കൂളിലാണേലും ടീച്ചേഴ്സ് എക്സാം എഴുതാൻ തന്നെ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. IT വിദ്യാഭ്യാസ മേഖല നമ്മൾ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്ത് ഒരു ITക്ക് ഇന്നേ വരെ ഒരു ശ്രമം നടത്തിയതായിട്ട് നമ്മൾ അറിയില്ല. ഇനി അതിനൊരു IT മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമോ എന്നും കൂടി ഇതിനോട് ഉത്തരം പറയാം. തീർച്ചയായും നമ്മുടെ ഉന്നതിയിലുള്ള കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഉന്നതികൾ കേന്ദ്രീകരിച്ച് പഠനമുറി ഒരുക്കി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ IT മേഖല നമ്മുടെ ഇവിടെ ഭീമനടിയിലാണ് അടുത്ത് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മുടെ ഈ വെള്ളരിക്കുണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ IT സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുത്ത് നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ ഈ ഉന്നതിയിൽ പഠനമുറി ഒരുക്കിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ല ചോദ്യവും നല്ല മറുപടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കായികശേഷിയുള്ള കുട്ടികളാണ് നമ്മുടെ മലയോര പ്രദേശത്തുള്ളത്. അവരെ എന്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റിയല്ല എന്നുള്ള ചോദ്യത്തിന് ആദ്യം തന്നെ ഞാൻ നമസ്കാരം പറയുന്നു. തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സിലുള്ള ആശയം തന്നെയാണ്. അതിനെന്നാൽ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യും. പ്രത്യേകിച്ചും ഔദ്യോഗിക തലത്തിലേക്ക് ഈ കുട്ടികൾ വരാത്തത് അവരെ പിൻസപ്പോർട്ട് കൊടുക്കാൻ ആളുകൾ ഇല്ലാതെ പോകുന്നതാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ നല്ല പഠന നിലവാരത്തിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ ഏത് വഴി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏത് കോളേജിൽ ചേർക്കണം, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ ഉന്നതികളിലെ കുട്ടികൾ പലരും വേദനയോടെ വന്ന് പറയാറുണ്ട്, എനിക്ക് ഏത് സ്കൂളിലാണ് പോകേണ്ടത്, ഒന്ന് തിരുവനന്തപുരം വരെ പോകാൻ എൻ്റെ കൂടെ ആളില്ല, അല്ലെങ്കിൽ ഒരു കോളേജിലെ അഡ്മിഷൻ നേടിത്തരാൻ എനിക്ക് ആളില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്നാൽ ഈ ഉന്നതികൾ നടക്കുന്ന ഈ കുട്ടികളുടെ ഈ ഒരവസ്ഥയ്ക്ക് നല്ല ഒരു പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാൻ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. ഇത് എൻ്റെ ഒരു കടമയും നാടിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ടുകൊണ്ട് ഈ ചുമതല ഏറ്റെടുക്കും. സ്ഥാനാർത്ഥികൾക്ക് തിരക്കുണ്ട്, പക്ഷെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് നിങ്ങളോടല്ല. പ്രകടന പത്രികയിൽ ആഴ്ചച്ചന്തയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അതില്ല, അത് മറന്നുപോയോ, ഇനി അത് നടപ്പിലാക്കിയാൽ നമുക്ക് ഗുണമല്ലേ എന്നൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. അതിന് മറുപടി പറയണം. രാജേട്ടൻ പറഞ്ഞ കാര്യം ശരിയാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ വളാല ഗ്രാമപഞ്ചായത്തിന് പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം കാലഘട്ടം മാറുന്നതനുസരിച്ച് പദ്ധതികൾ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കടകളിൽ പോകുന്ന കച്ചവടം പോലും മാറി ഇപ്പോൾ ഓൺലൈൻ കച്ചവടത്തിലേക്ക് പോയ കാര്യം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞ പോലെ വെള്ളരിക്കുണ്ട് വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കാൻ ആഴ്ച ചന്തകൾ വ്യാപാരികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയാം. കാരണം ഇവിടെ പുറത്ത് നിന്ന് മറ്റ് രീതിയിലുള്ള
സാധനങ്ങൾ വന്നിട്ട് ഇവിടുത്തെ നാട്ടിലെ കച്ചവടം ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആഴ്ചച്ചത്തകൾ പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. 5 വർഷം മുമ്പത്തെ പരിസ്ഥിതി അല്ല ഇന്ന്. 5 വർഷം മാറിയ ശേഷം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നമ്മൾ കച്ചവടങ്ങൾ കുറഞ്ഞു. നമ്മളെ വ്യാപാര സുഹൃത്തുക്കൾ വാടക കൊടുക്കാൻ പോലും മേലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. അത് മാത്രമല്ല കാര്യം. എന്നിരുന്നാലും ഈ നാട്ടിലെ പൊതുജനാഭിപ്രായം ആഴ്ചച്ചന്തകൾ വേണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും അടുത്ത് വരുന്ന UDF ബള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള കാര്യങ്ങളെപ്പറ്റി ഗൗരവപരമായി ചിന്തിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. നമ്മളിവിടെ കേട്ട മുഴുവൻ കാര്യങ്ങളെ ഒന്ന് കുറിച്ചു വെച്ചതാണ്. വ്യാപാരികൾ ഒരാശങ്ക ഉന്നയിച്ചു. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഓൺലൈൻ വ്യാപാരങ്ങളെ എങ്ങനെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അത് സാധിക്കുകയില്ല എന്ന് നമ്മുടെ മെമ്പർമാരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മൊത്തത്തിലൊരു ധാരണ വന്നു. എങ്കിൽ ഇതിനെല്ലാം കവർ ചെയ്യാൻ നമുക്ക് നല്ല ഉപാധികൾ നമ്മളുടെ മുന്നിൽ തന്നെയുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പ്രദേശം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് നല്ല സാധ്യതകളുള്ള സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വളർത്തിക്കൊണ്ട് ഓൺലൈനിൽ നിന്നല്ലാതെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരെ ഈ വിഷയം പരിഗണനയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതൊന്ന്, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഇവിടെയെല്ലാം സംസാരിച്ചു. ഉന്നതികളിലടക്കം മിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളമില്ല. എന്താണ് കാരണം എന്നുള്ളതിനും വാർഡ് മെമ്പർമാർ പറയുകയുണ്ടായി. കാരണം നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു സജ്ജീകരണമല്ല ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതികളുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കുടിവെള്ള പദ്ധതികളുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രയോജനങ്ങൾ വേണ്ട വിധം കിട്ടാത്ത കാര്യങ്ങളെ അതാത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ബോധിപ്പിച്ചുകൊണ്ട് ന്യായമായ രീതിയിൽ കുടിവെള്ളം എങ്ങനെ വിതരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഞാൻ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് അതിനും ഒരു ഇതുണ്ടാക്കാനുള്ള ആഗ്രഹം അറിയിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായിട്ടും അതിന്റെ മറുപടി പറയാം. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നമ്മൾ ഒരു പ്രദേശത്ത് ഒരു വികസനം കൊണ്ടുവരുമ്പോൾ പ്രദേശത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈ നമ്മുടെ ഇന്ത്യ രാജ്യം ഫെഡറൽ സംവിധാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഫെഡറൽ സംവിധാനത്തിൽ ഇതിന് വേണ്ടുന്ന ഫണ്ട് അനുവദിക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പ് ചുമതല തീർച്ചയായിട്ടും സംസ്ഥാന അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമാണ്. ഈ നടത്തിപ്പ് ചുമതലയിൽ വന്ന അപാകതകളാണ് കുടിവെള്ള സ്രോതസ്സിന്റെ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥയ്ക്ക് കാരണം. നമ്മൾ പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അതിൽ നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ആ രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അതെ അതിന് മറുപടി പറയട്ടെ. രാജന് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബില്ലുകൾ 1600 എത്ര അടച്ചത്? അതൊരു സത്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ PVC പൈപ്പ് ഭൂമിക്കടികൾ ഇട്ടിരുന്നു. ആ ഭൂമിക്കടികൾ 4.5 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, നേരിട്ട് നടത്തുന്ന. ആ 4.5 കോടി രൂപയുടെ പദ്ധതിയിൽ 3500 പേർക്ക് ഈ പഞ്ചായത്തിൽ കണക്ഷൻ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിൽ സൗജന്യമായിട്ട് കണക്ഷൻ കൊടുക്കും. ഒരു പൈസ ആരോടും വാങ്ങൂല, സൗജന്യമായിട്ട് കൊടുക്കും. അങ്ങനെ അവരെ കണക്ഷൻ തയ്ക്കാൻ വേണ്ടി 2500 2700 കണക്ഷൻ കൊടുക്കും. അതിന് ആദ്യത്തെ 40 രൂപയാണ് മാസ ചാർജ്. എല്ലാവരോടും വാങ്ങും, BPL-കാരോട് ഒഴികെ എല്ലാവരോടും വാങ്ങും. അവരത് സൈറ്റിൽ നോക്കിയാൽ അറിയാം, അവർ ബില്ല് വിടുകയല്ല. ഇപ്പോഴാണ് കുടിശ്ശിക എല്ലാം കൂടെ വരുന്നുണ്ട്. ഈ കണക്ഷൻ ഉള്ളവരുടെ എല്ലാവരോടും കുടിശ്ശിക സഹിതം ജപ്തി നടപടിയിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചാൽ കാശ് പോകാതിരിക്കും. ശോഭചേട്ടൻ അതിന്റെ മറുപടി കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാൻ അധിക സമയം ഉപയോഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഹോദരി രമണിയേട്ടി പറഞ്ഞ ഒരു വിഷയത്തിലുള്ളൊരു അഭിപ്രായക്കേട് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ പൈപ്പിടുകയും പഞ്ചായത്തുകൾ വെള്ളം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു കുഴൽക്കിണർ എത്തണേ പോലും PCLB സർട്ടിഫിക്കറ്റ് വേണം. അതായത് അവിടെ അതിനാവശ്യമായിട്ടുള്ള ജലലഭ്യത അല്ലെ പദ്ധതിക്ക് അനുകൂലമായ സംവിധാനം ഉണ്ട് എന്ന് പഠിക്കേണ്ടത് പഞ്ചായത്തുകളല്ല.
പഞ്ചായത്തുകളല്ല. അക്കാര്യത്തിൽ പ്രിയപ്പെട്ട രമണിയേട്ടി നിങ്ങൾക്കുള്ള ആ ധാരണ മാറ്റണം. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരാവകാശം മുഖേനയോ എന്തൊക്കെ രേഖകൾ മുഖേനയോ അതിനെപ്പറ്റി പഠിക്കണം, അതിനെപ്പറ്റി അറിയണം എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപരിശ്രമം. തർക്കത്തിനല്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിന് മറുപടി ഇതാക്കി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശോഭിച്ചൻ പറഞ്ഞ കാര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം പദ്ധതികൾ നടപ്പിലാക്കാൻ. അപ്പൊ ഈ പ്രദേശം മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്നത് പോലെയല്ല. ഈ പ്രദേശത്ത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു നിർദ്ദേശം ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞു വന്നത്. അതായത് മറ്റു സ്ഥലത്ത് നടത്തുന്നത് പോലെയല്ല ഇവിടെ നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ പദ്ധതികൾ ഫ്ലോപ്പ് ആയി പോകുന്നത്. ഇതിനെ അറിയിക്കും എന്നാണ്. ആയിക്കോട്ടെ, രമണിയേട്ടി ആ കാര്യങ്ങൾ അത് അറിയിക്കും ബന്ധപ്പെട്ട ആളുകളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം. പ്രിയമുള്ളവര്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ ഈ സ്ഥാനാർത്ഥികളുമായുള്ള സംവാദം പരിപാടി അതിൻ്റെ സമാപ്തി ഘട്ടത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ചോദിക്കലുണ്ട്, വോട്ട് ചെയ്താൽ എന്താണ് ഗുണം? മറുപടി ചില ആൾക്കാർ പറയും, വിരൽത്തുമ്പിൽ പറ്റുന്ന പൊട്ടുമഷിയല്ലാതെ എന്താണ് നമുക്ക് ഗുണം എന്ന് പറയാറുണ്ട്. ആ പൊട്ടുമഷിക്ക് ഉപരിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന നല്ല ജനനേതാക്കന്മാരായി മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു വട്ടം കൂടി വിജയാശംസകൾ നേരുകയാണ്. ഇതിൻ്റെ നന്ദി അറിയിക്കുന്നതിനു വേണ്ടി അശ്വിനി ഷാജിയേട്ടനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് വെള്ളരിക്കുണ്ട് ടൗണിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളുമായി നടത്തിയ ഈ സംവാദം വളരെ സജീവമായി ചർച്ചയിലൂടെ എല്ലാവരും വളരെ നല്ല രീതിയിൽ നടത്തി. അതിലാദ്യമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ലെങ്കിലും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ വെള്ളരിക്കുണ്ട് ടൗണിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ അഭ്യുദയകാംക്ഷികളായ മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള മുഴുവൻ ആളുകൾക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചർച്ച വേറൊരു തരത്തിലേക്ക് രാഷ്ട്രീയപരമായോ മറ്റ് വ്യക്തിപരമായോ ഇല്ല കാര്യങ്ങളിലേക്ക് പോകാതെ ഈ ചർച്ചയെ വളരെ സജീവമായി നിയന്ത്രിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീശൻ മാഷ്ക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദൃശ്യ മാധ്യമ പ്രവർത്തകരായ ശ്രീ ചന്ദ്രു, അതേപോലെ തന്നെ ഹരികൃഷ്ണൻ വെള്ളരിക്കുണ്ട് എന്നിവർക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.